ഹി ഡിഡ് ഇറ്റ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അയാൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു മാറ്റമില്ല. അയാൾ ചെയ്തിട്ടുണ്ട്. അയാൾ മരിച്ചു പോയത് കൊണ്ടാണ് എനിക്ക് അവരുടെ അമ്മേനെ അച്ഛനെ ഓർത്തിട്ടാണ് എനിക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റാത്തത് ഇതിനെ കുറിച്ച്. നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണ ബോറ നിനക്ക് വേണം. ആരാടോ തന്റെ അടുത്ത് ഇരാ ഒരു ഡീസൽ പാർട്ടി. കഴിഞ്ഞ മണിക്കൂറുകളിൽ മലയാളക്കര ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഈ മുഖം ഒടുവിൽ എത്തി നിൽക്കുകയാണ്. ആ മുഖം കുറച്ച് നാളായിട്ട് മലയാളികൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ കൂടെയുള്ളത് ഐശ്വര്യ രാധലക്ഷ്മി. നമസ്കാരം. നമസ്കാരം. മാതാവേ ഇവളോ? ഈ സ്ത്രീപക്ഷം അല്ലെങ്കിൽ സ്ത്രീയുടെ ഏതെങ്കിലും ഏരിയ സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കൊല്ലുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അഡ്രസ് ചെയ്യാന്ന് വിചാരിച്ചത്. അതിൽ ഒരു ശരിയുണ്ടെന്ന് ചിന്തിച്ചിട്ടാണോ, അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഇവിടെ കൂടെ കുറച്ചുകൂടിയും അത് വിവാദപരമാവും എന്നുള്ളൊരു ബോധ്യം കൃത്യമായിട്ടുണ്ടായിരിക്കും ഇല്ലേ? അത് ഉത്തരം പറ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദമോ അലിഗേഷനോ ഒരു കോൺട്രവേഴ്സിയിലോ പബ്ലിസിറ്റിക്കാണ് താല്പര്യമെങ്കിൽ ഇതിനുള്ള സ്പേസ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കാലത്ത് നീ ഗുണം പിടിക്കില്ലടി. നിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഐശ്വര്യ ലക്ഷ്മി എന്നൊരു വ്യക്തി കുറെ കൂടി ശരിപക്ഷത്താണോ അല്ലെങ്കിൽ സ്ത്രീപക്ഷത്താണോ? ശരിപക്ഷത്താണ്, കംപ്ലീറ്റ് ആയിട്ട്. കണ്ണി ചോരയില്ലാതെ പറയുന്ന പറച്ചില് കേട്ടില്ലേ? ശരിപക്ഷത്തായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഷിംജിത പക്ഷം ചേർന്ന് സംസാരിക്കാൻ തയ്യാറാവുന്നത്? എന്തുകൊണ്ടാണ്? ഷിംജിതയുടെ പക്ഷം ചേർന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. നീ ക്രിമിനലാണ്, ഒന്നാം തരം ക്രിമിനൽ. നോക്കിക്കോ, ഈ കളി അധികം നാൾ കളിക്കാൻ നേരിക്കണ്ട. ഈ പറയുന്ന ഗാർഹിക പീഡനമോ നമ്മളുടെ നിയമം ചെയ്യരുതെന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അതിൽ മരണപ്പെടുന്നതും. പീഡനം എന്ന് പറയുന്നത് നമ്മൾ കിട്ടുന്ന ഫിസിക്കലി മാത്രമാണോ, അത് മാനസികമായിട്ട് കിട്ടുന്നതും പീഡനം തന്നെയല്ലേ? ആണ്, തീർച്ചയായിട്ടും. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മരണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാനസികമായിട്ട് എത്രത്തോളം ആള് പീഡിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? ഇല്ല ഇല്ല. പിന്നെ എന്തായിരിക്കും കാരണം? വാചകത്തിന് ഒരു കുറവുമില്ല. ഒരുമാതിരി പല തന്തയ്ക്ക് പറഞ്ഞ പരിപാടി എന്റെ അടുത്ത് കാണിക്കരുത്. നാട്ടുകാർക്ക് ഇയാളെ കുറിച്ച് അറിയില്ല. ഒരു ഇൻട്രോവേർട്ട് ആണ്. ഇയാളെ കുറിച്ച് കൃത്യമായി പറയാൻ ആർക്കും ഇല്ല. പക്ഷെ അയാളൊരു ഒതുങ്ങിയ മനുഷ്യനാന്ന് പറഞ്ഞു. ഒതുങ്ങിയ എത്രയോ മനുഷ്യന്മാരെ പീഡിപ്പിച്ചിട്ടുണ്ട് ആൾക്കാരെ. എല്ലാ ഒരുമാതിരിപ്പെട്ട അബ്യൂസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ട് നടക്കുന്ന ആൾക്കാരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ലേറ്റ് ആയി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഈ തള്ള എന്താണ് പറയുന്നത്? അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണ. ഇങ്ങനെയുള്ള ആൾക്കാർ ബാഗ് എടുക്കുന്നത് തന്നെ വെറുതെയാണ്. ആ ബാഗ് എടുത്ത് പിടിക്കുക എന്ന് പറയുന്നത് തന്നെ അവരുടെ കൈയുടെ നീ പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? പരിചയപ്പെടുന്നു, ഹലോ ഹായ് പറയുന്നു, പോകുന്നു. എനിക്ക് അതിനപ്പുറത്തേക്ക് ശ്രീലക്ഷ്മി അറിയില്ല. ശ്രീലക്ഷ്മിയുടെ എല്ലാ റൈറ്റിംഗും എനിക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭാഷ ഞാൻ ഉപയോഗിക്കില്ലായിരിക്കും. ആ കുട്ടീനെ എത്ര പേരാണ് തന്തയില്ലാത്തതെന്നൊക്കെ വിളിക്കുന്നത്. എൻ്റെ ഫാദർ കുറെ ഇങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള പെൺപിള്ളേരെ കണ്ടുപിടിക്കുകയും അവരെ പോയി വീട്ടിൽ പോയി ഇങ്ങനെ ഫേക്ക് ആയിട്ട് പേരുകളൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ഒരാളാണ്. അത് അങ്ങനെ ഒരു മാരേജിലുണ്ടായ ഒരാളാണ് ഞാൻ. ഷിംജിത് വീഡിയോ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഒരു രീതിക്ക് ആ ശിക്ഷ കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. ആ ശിക്ഷ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആൾ കുറ്റം ചെയ്തതിന് ഉറപ്പുള്ളതുകൊണ്ടായിരിക്കും. അങ്ങനെ ഉറപ്പുള്ള ആൾ പിന്നെ ഇതിനെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. അതല്ല അനലൈസ് ചെയ്തിട്ട് എന്താണ് അതിന്റെ ശരി തെറ്റുകൾ എന്ന് ചിന്തിക്കുന്നേക്കാൾ മുമ്പ് തന്നെ വിധി എഴുതുകയാണ് അല്ലെ? നേരത്തെ പറഞ്ഞ കുറ്റം ആരോപിക്കുമ്പോ തന്നെ അവനെ നിന്നുള്ള തെറ്റുകാരനാക്കിയിട്ട് മാറ്റി ഇല്ലേ? അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഈ കാണുന്ന തെളിവെന്ന രീതിയിലേക്ക് അവകാശം ഇപ്പൊ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ നോക്കി. അപ്പം ഈ വീഡിയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരാളും ദീപകിനെ ന്യായീകരിക്കില്ലായിരുന്നു. അത് വലിയൊരു പോയിന്റ് അല്ലടോ. ദീപക്കിന് ആളുകൾ ന്യായീകരിക്കുന്നത് മരണം കൊണ്ടല്ല, ദീപക്കിൽ വന്നിരുന്ന തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്നുകൊണ്ടാണ്. അപ്പൊ കൊടുത്തിരിക്കുന്ന തെളിവിലെ പല വീഡിയോകളും ബസ്സിൽ പുറത്തു വരാറുണ്ട്. കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട.